കോഴിക്കോട് താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കുട്ടി കുളിച്ച കുളത്തിലെ ഉൾപ്പെടെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. കുഞ്ഞ് അവശനിലയിലായപ്പോഴും പ്രശ്നങ്ങളില്ല എന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞുവെന്ന് കുട്ടിയുടെ മാതാവ് റംപീസ മീഡിയ വണിനോട് പറഞ്ഞു. അവർക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ പറയായിരുന്നു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്ര സൗകര്യമുള്ളൂ, നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോക്കോന്ന് പറയായിരുന്നു. എന്തായാലും ഇതിന്റെ മോളെ രക്ഷപ്പെടൂലേ? ഞാൻ നടത്തിക്കൊണ്ട് എന്റെ മോളെ വെള്ളം പൊതി തന്നില്ലേ. ഈ ഉമ്മയുടെ കണ്ണുനീരിന് മറുപടി പറയേണ്ടത് ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട അധികൃതരുമാണ്. പനി ബാധിച്ച മകളുമായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോൾ ഇവർ നേരിട്ടത് ഗുരുതര അവഗണനയാണ്. ഒടുവിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് പോലും ഏറെ വൈകിയാണ്. അപ്പോഴേക്കും കുഞ്ഞനയയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. എന്റെ മോളാ ബോധമില്ലാത്ത കുട്ടീനെ അവർ വഴക്കും പറയാനിടയിൽ കൂടെ എന്റെ മോള് ശരീരമൊക്കെ തളർന്നോട്ട് നീല കളറായി, മുഖമൊക്കെ നീലിച്ച് കിടക്കുന്നത് അവിടെ. അപ്പൊ ഡോക്ടർ വന്നിട്ട് പറയാം, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അതിനിടെ അനയ കുളിച്ച വീടിന് സമീപത്തെ കുളത്തിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആരോഗ്യവകുപ്പ് സാമ്പിളുകൾ ശേഖരിച്ചു. അമീബിക് സാന്നിധ്യം കണ്ടെത്തുന്നതുവരെ ഗ്രാമപഞ്ചായത്തിലെ പുഴകൾ, കുളങ്ങൾ, തോടുകൾ എന്നിവയിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കുളത്തിൽ കുളിക്കാനെത്തിയ മറ്റു കുട്ടികളുടെ വിവരങ്ങളും ആരോഗ്യ പ്രവർത്തകർ ശേഖരിച്ചു. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ. ഇങ്ങനെയൊരു ആശുപത്രിയിൽ നിന്നും നേരിടേണ്ടി വന്ന ഗുരുതരമായ അവഗണനയാണ് റംപീസ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. റംപീസയുടെ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ ഉമ്മയുടെ കണ്ണുനീരിന് മറുപടി നൽകേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.